മഞ്ഞ് പെയ്യുന്ന ഒരു കള്ള് ഷാപ്പ്. 365 ദിവസവും മഞ്ഞ് പെയ്യുന്ന ഷാപ്പ്. ശരിക്കും തന്നെ ഒരു ചെല്ലപ്പേരെന്ന് പറയാം. കളിയാക്കി വിളിക്കുന്നൊരു പേരാണ്. മൂക്കിന് നീളമുള്ളതുകൊണ്ട് മൂക്കൻ ജോർജ് വിളിച്ചു. പിന്നെ ഞാൻ തുടങ്ങിയപ്പോൾ പിന്നെ എന്താ മൂക്കൻസ് ഒന്നും ഇരിക്കട്ടെ. ഹണി റോസ്, തേനും റോസ ഇതോടെ ചേർത്ത് ഹണി റോസ് എന്നുള്ള ബ്രാൻഡ് വന്നായിരുന്നു അതിനകത്ത്. അങ്ങനെ പുതുമയായിട്ടുള്ള സാധനങ്ങളെല്ലാം. ഹണി റോസ് എന്ന പേര് കൊടുത്ത ആൾക്കാർ ഇടിച്ച് കയറും. ഇല്ല, നമസ്കാരം. 365 ദിവസവും മഞ്ഞ് പെയ്യുന്ന ഷാപ്പ്. ഓലകൾ കൊണ്ട് മേഞ്ഞ കുടിലിരുന്ന് ഭക്ഷണം കഴിക്കാം, വേണമെങ്കിൽ കള്ളും കുടിക്കാം. കോട്ടയം അതിരമ്പുഴയിലാണ് ഈ അടിപൊളി ഷാപ്പുള്ളത്. ഷെഫ് നളൻ ആൻഡ് മൂക്കൻസ് ഷാപ്പിലെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഇതിൻ്റെ ഉടമയായ ജോർജ് വർഗീസ് നമ്മളോട് ഷാപ്പിൻ്റെ വിശേഷങ്ങളെ കുറിച്ച് പറയും. ജോർജ് ചേട്ടാ, അപ്പം നമ്മുടെ ഷാപ്പ് ഫുൾ സെറ്റപ്പ് ആണല്ലോ, ഭയങ്കര. ഇപ്പം എന്തൊക്കെയാണ് ഇങ്ങനെ ഇവിടുത്തെ അന്തരീക്ഷം? ഇപ്പോൾ ഫാമിലിക്ക് ഇരിക്കാൻ പറ്റുന്ന വേറൊരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ മാറ്റി. കാരണം നമ്മൾ ഓല കൊണ്ട് മേഞ്ഞ കുറേ ഏരിയ, പിന്നെ നമ്മുടെ മേച്ചിൽ പുല്ല് കൊണ്ട് മേഞ്ഞ ഏരിയ, പിന്നെ ഭംഗിയായിട്ട് പ്രകൃതിയെ അതിന് ഇണങ്ങുന്ന രീതിയിൽ തന്നെ. ശ്യാമ ഓർക്കുന്നുണ്ടല്ലോ, ഒരു 1.5 വർഷം മുമ്പ് ശ്യാമ ഒന്നൊരു ഇത് ചെയ്തിരുന്നു അതിനകത്ത്. നമ്മുടെ മറ്റേ ആ ക്രൈസിസ് ഉണ്ടായ സമയത്ത്, അന്ന് ഇവിടുത്തെ ഗുണ്ടകളുടെ ആക്രമണവും കാര്യങ്ങളും ഉണ്ടായ സമയത്ത്. അതിനുശേഷം നമ്മൾ ഒത്തിരി മുന്നോട്ട് പോയി. ഇപ്പോൾ ഫാമിലി ഒത്തിരി ആയി. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷെഫ് നളനോടെ കൂടി നമ്മുടെ കൂട്ടത്തിലേക്ക് ജോയിൻ്റായിട്ട് ഇപ്പോൾ കൂടിയിട്ടുണ്ട് അതിനകത്ത്. ഞാനും ഷെഫോടെ കൂടിയാണ് ഇപ്പോൾ നടത്തുന്നത്. ചിലപ്പോൾ പകുതി സമയം ഞാനിപ്പം അയർലൻഡിൽ കാറ്ററിംഗ് പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനവിടെ റീസ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങോട്ട് കുറച്ച് സമയം എനിക്ക് പോകണം. അപ്പോൾ ഒരു 6 മാസം ഞാനിവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൊള്ളാവുന്നൊരു പ്രൊഫഷണൽ ഷെഫിനോട് നമുക്കിപ്പോൾ കൂടെ കിട്ടി. വളരെ ഹാപ്പിയായിട്ട് പോകുന്നു. ഫാമിലിയായിട്ട് ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഇവിടെ തന്നെയാണെങ്കിലും ചെറിയ കോൺഫറൻസൊക്കെ നടത്തുന്നതിലേക്കും ഒത്തിരി ഫാമിലി ഗെറ്റ് ടുഗദർ നടത്തുന്നതിലേക്ക് നമുക്ക് 2 സെക്ഷൻ, അവിടെ ഒരു 50 പേർക്ക് വരെ പറ്റും. ഇവിടെ നമുക്കൊരു 35 പേർക്ക് വരെ നമുക്ക് ഈ ഒരു സെക്ഷനിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. കേരളത്തിൻ്റെ തനതായ ഫുഡ്, നല്ല കുമരകം ഈ പടിഞ്ഞാറ് ഏരിയ തണ്ണീർമുക്കം ഭാഗത്തു നിന്നുള്ള നല്ല കായലിലെ ഫ്രഷ് മീൻ. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഫ്രഷ് കായൽ ഫിഷിലേക്കാണ്. സീ ഫുഡിനേക്കാളും കൂടുതലായിട്ട് കായൽ ഫിഷ് വെച്ചാൽ മീനിൽ ഏറ്റവും ടേസ്റ്റുള്ള മീൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കായൽ കാളാഞ്ചി, കായൽ ചെമ്പല്ലി. അത് കഴിഞ്ഞിട്ടുള്ള മീനുകളേ ഉള്ളൂ ശരിക്കും അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അതിൻ്റെ അകത്ത് അപ്പോൾ വാള, ആറ്റുവാള, തിരുത, പള്ളത്തി, പൊടിമീൻ, കരിമീൻ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള പൊള്ളിച്ച ഐറ്റംസ് ഉണ്ടാവും, വറുത്ത ഐറ്റംസ് ഉണ്ടാവും, കറി ഉണ്ടാവും, എല്ലാം വ്യത്യസ്തമായിട്ട്. പിന്നെ പോർക്കിൻ്റെ 2-3 ഡിഷസ്, 1-2 ഡിഷ് ഉണ്ടാവും, ബീഫിൻ്റെ ഉണ്ടാവും. കള്ള് ഷാപ്പാകുമ്പോൾ പിന്നെ ബീഫും പോർക്കും ഇല്ല പറ്റിയല്ലോ. ഫാമിലി വരുന്നുണ്ട്, ഒരുപാട് ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫാമിലിയാണ് വരുന്നതായിട്ട്. ഫാമിലിക്ക് നല്ല എൻജോയ് ചെയ്ത് ഇവിടെ വന്ന് പിള്ളേർക്കൊക്കെ ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ട് അത്യാവശ്യം. ഇതിനകത്ത് പിള്ളേർക്കൊക്കെ ഓടിക്കളിക്കാം. ആ ഒരു ഇതിലേക്ക് ഒരു ഷാപ്പാണ്. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. ഫാമിലീസിനെ എങ്ങനെ ഇവിടെ കയറ്റും? ഇപ്പോഴത്തെ അത് എങ്ങനെ തരണം ചെയ്തു? ശരിക്കും അതിൻ്റെ അകത്ത് നന്നായിട്ട്. കാരണം വെച്ചാൽ അന്ന് മാധ്യമങ്ങളുടെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ അങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടായ സമയത്ത് ആ ഭയങ്കര വെല്ലുവിളിയായിരുന്നു അതിൻ്റെ അകത്ത്. കേരളത്തിൽ അത്രയ്ക്ക് അറ്റാക്ക് ഉണ്ടാക്കിയ ഒരു കള്ള് ഷാപ്പ് വേറെ ഉണ്ടാകുകയെന്ന് പറയാം അതിനകത്ത്. കാരണം വെച്ചാൽ പുതിയൊരു ഐഡിയ ആയിട്ട് പുതിയൊരു സംഭവമായിട്ട് വരുമ്പോൾ അവർക്കും ഒരു പുതുമയായിരുന്നു. അവർ വന്നു. പക്ഷേ അവർ എല്ലാം ഇപ്പോൾ ഓക്കെയാണ്. പോലീസ് അധികാരികൾക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഇടപെടുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള നല്ല സപ്പോർട്ടും കാര്യങ്ങളും എന്ത് വിഷയം ഉണ്ടായാലും അവർ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ആ ക്രൈസിസൊക്കെ പോയി. എല്ലാം ഇപ്പോൾ അങ്ങനെ ഒരു ശല്യമേ ഈ നാട്ടിൽ പോലും ഇല്ല. എനിക്ക് തോന്നുന്നു അന്ന് ചേട്ടൻ അത് നിർത്തിയേക്കാന്ന് വരെ കരുതിയും തോന്നുന്നു. അത് ശരിക്കും അതിൻ്റെ അത്. കാരണം വെച്ചാൽ നമ്മൾ എന്തിന് ഇത്ര ടെൻഷൻ അടിച്ച് നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കാണ്. വെച്ചാൽ നമുക്ക് ടെൻഷനില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ലോകത്തിൻ്റെ ഒരു കോണ് നമുക്ക് കിടപ്പുണ്ട്, ഫാമിലിയോടൊപ്പം ജീവിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു മാനസികാവസ്ഥ നിൽക്കുമ്പോഴാണ് നിങ്ങളൊക്കെ അന്ന് വന്ന് ശരിക്കും സപ്പോർട്ട് ചെയ്ത് നമ്മളതിൻ്റെ അകത്ത് ഇത് വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ ഈ പറയുന്ന മിസ്റ്റിൻ്റെ അടിയിൽ, അതായത് മഞ്ഞ് പെയ്യുന്ന ഒരു കള്ള് ഷാപ്പ്. ഇതൊരു പുതിയൊരു ഐഡിയ നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടു. അത് നമ്മൾ സാധനങ്ങൾ വാങ്ങി ആ രീതിയിലേക്ക് ചെയ്തെടുത്തു. ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ മഴവില്ല് വരെ നമുക്ക് പല സമയത്ത് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല വെയിലടിക്കുമ്പോൾ മഴവില്ല് വരെ തെളിഞ്ഞു നിൽക്കുന്നൊരു കള്ള് ഷാപ്പ്. നമുക്ക് 125 ദിവസം മഴവില്ലോടെ കിട്ടുന്ന ഷാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ക്രിസ്മസ് ആണ്, ന്യൂ ഇയർ ഒക്കെ വരാൻ പോകുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും ഈവൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ? ക്രിസ്മസ് സംബന്ധിച്ച്, ന്യൂ ഇയർ സംബന്ധിച്ച് അങ്ങനെ നമുക്ക് ഷാപ്പിൻ്റെ നമുക്കൊരു ടൈം ലിമിറ്റ് ഉണ്ട്. നമുക്കൊരു 9 മണി, അതിന് ശേഷം നമുക്ക് ന്യൂ ഇയറിന് ആ ഒരു പരിപാടികൾ നടത്താൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അതൊരു സ്പെഷ്യൽ പെർമിഷൻ എടുത്തല്ലേ ചെയ്യാൻ പോകണം. അതിനകത്ത് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ പിന്നെ പറയുന്ന സമൂഹം എല്ലാവരും പറയും അതിനകത്ത് നമ്മളാണ്. അതുകൊണ്ട് അങ്ങനെയില്ല. നമുക്ക് ഫാമിലിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പാക്കേജുകളും കാര്യങ്ങളും ഉണ്ടാകും. ഗെറ്റ് ടുഗദറുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ക്രിസ്മസ് പാർട്ടികൾ ഒത്തിരി ബുക്കിംഗ് വരുന്നുണ്ട്.
ഇപ്പോൾ തന്നെ എല്ലാ ദിവസങ്ങളിൽ തന്നെ 3-4 ഓരോ പാർട്ടികൾ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ബുക്കിംഗ് ഗ്രൂപ്പായിട്ട് വരുന്ന ആളുകൾ. ഇന്ന് വൈകുന്നേരം ഉണ്ട് ഒരു 12 പേരുടെ ബുക്കിംഗ് അവിടെയുണ്ട്. ഇന്ന് വൈകുന്നേരം 12 പേരുണ്ട്, 8 പേരുടെ ഉണ്ട്. അങ്ങനെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറുകളും കാര്യങ്ങളൊക്കെ വിദേശത്ത് നിന്ന് വരുന്നവരൊരു മൊത്തം ഫാമിലീനായിട്ട് ഇവിടെ അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് രാത്രി ചില ബർത്ത്ഡേ പരിപാടികൾ വരാറുണ്ട്, അലുമിനി മീറ്റിങ്ങുകൾ വരാറുണ്ട്, ഓരോ ഓഫീസുകളുടെയൊക്കെ ഈ പറയുന്ന മന്ത്ലി ക്ലോസിംഗ് മീറ്റിങ്ങുകളൊക്കെ ഇല്ലേ, അവർ ചെറിയ ചെറിയ ഓഫീസുകളിലൊക്കെ അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ വരുന്ന മീറ്റിങ്ങുകൾ, അവരുടെ അവലോകനങ്ങളൊക്കെ നടക്കുന്നത് ഒരു കള്ള് ഷാപ്പിലേക്ക് നടക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ മാറി. ഇനി മുന്നോട്ട് വരും വർഷങ്ങളിൽ പ്രതീക്ഷിക്കാൻ ചിലപ്പോൾ അത്യാവശ്യം ഒരു വെഡ്ഡിങ്ങിൻ്റെ റിസപ്ഷനും ഒക്കെ ഇതിനകത്ത് നടത്താൻ പറ്റുന്ന രീതിയിലേക്ക്. ഈ കേരളത്തിലെ കള്ള് ഷാപ്പിൻ്റെ മുഖം മാറ്റിയത് ഈ ചേട്ടൻ തന്നെയാണ്. അതെ അതെ, കള്ള് അതിന് ശേഷമാണ് ബോബി വന്നത്. ബോബി ചെമ്മണ്ണൂരൊക്കെ അതിന് ശേഷം വന്നു അതിനകത്ത്. കാരണം ബോബി ചെമ്മണ്ണൂർ മാനേജർ അവർ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 2 മാസം മുമ്പ് ഇവിടെ വന്ന് നമ്മളായിട്ട് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചായിരുന്നു അതിനകത്ത്. അന്ന് നമ്മൾ പറഞ്ഞതുള്ളൂ അതിനകത്ത് പുതിയ ആളുകൾ വരട്ടെ, പുതിയ രീതിയിലുള്ള കൺസെപ്റ്റ് വരട്ടെ. നമ്മളെ വേറെ ഈ മൂക്കൻസ് എന്നാണ് ആദ്യത്തെ പേര്. അപ്പം ഇപ്പോൾ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പം ആ പേര് വന്നത് എങ്ങനെയാണ്? ശരിക്കും തന്നെ ഒരു ചെല്ലപ്പേരെന്ന് പറയാം, കളിയാക്കി വിളിക്കുന്നൊരു പേരാണ്. മൂക്കിന് നീളമുള്ളതുകൊണ്ട് മൂക്കൻ ജോർജ് വിളിച്ചു. പിന്നെ ഞാൻ തുടങ്ങിയപ്പോൾ പിന്നെ എന്നാ മൂക്കൻസ് എന്ന് ഇരിക്കട്ടെ, അത് ബ്രാൻഡാക്കി. തൃശ്ശൂരൊക്കെ മൂക്കൻസ് ഒത്തിരി വീട്ടുപേരൊക്കെ ഉണ്ടെന്ന്, മൂക്കൻസ് ഗ്രൂപ്പുണ്ട്. ചിലരൊക്കെ തൃശ്ശൂരാണ് വരുന്നത്. അല്ല, നമ്മളെ കളിയാക്കി വിളിച്ചൊരു പേര് അത് നമ്മളൊരു പേരാക്കി മാറ്റി. അപ്പോൾ കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. അതിൻ്റെ അകത്ത് ഇപ്പോൾ അത്യാവശ്യം ഫാമിലികൾ ഒത്തിരി വരുന്നുണ്ട്, നല്ല രീതിയിലേക്ക് പോകുന്നു. കേരളത്തിൽ ജീവനക്കാരും ഉണ്ട്. ഉണ്ട്. ഞങ്ങൾക്കൊരു 25ഓളം സ്റ്റാഫ് ഇപ്പോൾ കംപ്ലീറ്റ് ഉണ്ട്. അതിനകത്ത് ഒരു 3 ഷെഫുമാരുണ്ട്, പൊറോട്ടയുടെ ചൈനീസിൻ്റെ ആൾ വേറെയുണ്ട്. എല്ലാം കൂടി നമുക്ക് നല്ല 10-25ഓളം സ്റ്റാഫും അത്രയും എന്നാ കുടുംബങ്ങൾക്കൊരു ജീവിതം. ഞങ്ങളുടെ 1-2 വേറെ പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു വേറെ ഒരു 7 ഷാപ്പോളം നിർത്തിയായിരുന്നു. പക്ഷേ കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഞങ്ങളത് വേണ്ട എന്ന് വെച്ചു. കാരണം വെച്ചാൽ വേറൊന്നുകൊണ്ടല്ല, അതിൻ്റെ അകത്ത് എല്ലാം കൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളും ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഈ ഓർണം തന്നെ അത്യാവശ്യം വലിയ കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു അതിൻ്റെ അകത്ത്. ഓക്കെ, ഇവിടെ തന്നെ ലോക്കലിൽ തന്നെ ചെത്തുന്ന 4 ടാപ്പേഴ്സ് നമുക്കിപ്പോൾ ഉണ്ട്. ചിലപ്പോൾ 1-2 പേരോട് ചിലപ്പോൾ അതിൻ്റെ അകത്ത് കച്ചവടത്തിനാകുന്നതിനനുസരിച്ച് നമുക്ക് നാടൻ കള്ള് തന്നെ, നാട്ടിൽ നിന്ന് തന്നെയുള്ള കള്ള് തന്നെ നമുക്ക് ഒരു 100 ലിറ്റർ മിച്ചം നമുക്ക് അതിനകത്ത് ഇപ്പോൾ കിട്ടാനുണ്ട്. ഇവിടെ നിന്ന് തന്നെയുള്ള കള്ള്. അത് ഇവിടെ അടുത്ത പ്രദേശങ്ങളിലുള്ള ഒരു കള്ള് ഷാപ്പുകളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടനാടൻ പ്രദേശങ്ങളിലൊക്കെ കുറച്ച് ഭാഗങ്ങളുണ്ടാകും. പക്ഷേ ഇവിടെ ലോക്കലിൽ നിന്ന് തന്നെ, അതിരമ്പുഴയിൽ നിന്ന് തന്നെ, അതിരമ്പുഴ നീണ്ടൂർ പഞ്ചായത്തിൽ നിന്ന് തന്നെ എത്തുന്ന അത്രയും കള്ള് നമുക്കിവിടെ നല്ല തനതായ രുചിക്ക് അതെന്ത് വേണോ ആ രീതിയിലേക്ക് നമുക്ക് കാന്താരി വേണമെങ്കിൽ ചേർക്കണമെങ്കിൽ കസ്റ്റമർ പറയുകയാണെങ്കിൽ അതനുസരിച്ച് ചെയ്ത് കൊടുക്കാം. മുന്തിരി വേണമെങ്കിൽ മുന്തിരി ചെയ്ത് കൊടുക്കാം. അങ്ങനെ നിറനീണ്ടി ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് അങ്ങനെ വെറൈറ്റീസ് പുതിയ വെറൈറ്റീസ് വരും. ഇനി പൈനാപ്പിൾ വെച്ചുള്ള പൈനാപ്പിൾ പെണ്ണാൾ എന്നുള്ള വെറൈറ്റി വരും ഇതിനകത്ത്. ഇടയ്ക്ക് ഞങ്ങൾ മറ്റേ ഹണി റോസ്, തേനും റോസ ഇതോടെ ചേർത്ത് ഹണി റോസ് എന്നുള്ള ബ്രാൻഡ് വന്നായിരുന്നു അതിനകത്ത്. അങ്ങനെ പുതുമയായിട്ടുള്ള സാധനങ്ങളെല്ലാം. ഹണി റോസ് എന്നൊക്കെ പേര് കൊടുത്ത ആൾക്കാർ ഇടിച്ച് കയറില്ല. ഇല്ല, കുറേ ഒരു പുതുമയായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ വാലന്റൈൻസ് ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ റോസാപ്പൂ വെച്ച് കൊടുക്കുന്നതിന് പകരം എന്നാൽ പിന്നെ നമ്മൾ റോസാപ്പൂ കൊണ്ട് നമ്മൾ അത്യാവശ്യം റോസ് വാട്ടർ, നമ്മൾ ആ റോസ് വാട്ടറിന് ഹണിയോടെ കൂടി ചേർത്ത് നമ്മൾ ഹണി റോസ് എന്നുള്ളൊരു ഇതിലേക്ക് ആക്കിയതിനകത്ത് അങ്ങനെ ഒരു ബ്രാൻഡിൽ നമ്മൾ വന്നു. കാരണം വെച്ചാൽ ആരോ നമ്മളോട് ഇങ്ങനെ ചോദിച്ചു, എന്നാൽ പിന്നെ അന്ന് ഹണി റോസിനെ കൊണ്ടുവന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം നമുക്ക് കള്ളിൻ്റെ പേര് ഹണി റോസ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ റോസാപ്പൂ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ എന്നാൽ പിന്നെ ഹണിയോടെ ചേർത്ത് നമ്മൾ ഹണി റോസ് ആക്കിയേക്കാമെന്ന് വെച്ച് അങ്ങനെ ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള, അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ പുതിയ എന്തെങ്കിലുമൊക്കെ പേരുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് ആണെങ്കിൽ നമുക്ക് ബ്രാൻഡ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരാം. ഇവിടെയുള്ളവരാണ്, ഇതെൻ്റെ ഫ്രണ്ട്സാണ്, കൊച്ചിയിൽ നിന്നാണ്. ഇവർ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അപ്പം ഇവിടുത്തെ ഈ ആംബിയൻസും ഫാമിലിയായിട്ട് വരാൻ പറ്റിയ നല്ലൊരു ഫുഡ് സ്പോട്ടാണ്. ഇപ്പം പുതിയ കുറേ ഷെഫ് ആയിട്ട് കൊളാബ് ചെയ്ത് നല്ല ഡിഷസ് സെർവ് ചെയ്യുന്നുണ്ട്. ഫുഡൊക്കെ ഇഷ്ടമാണ് ഇവിടെ വന്നത്? നല്ല ഫുഡാണ്. മഞ്ഞൊക്കെ പെയ്യുന്നുണ്ട്, കൂളിംഗ്. അതെ, നല്ലൊരു ആംബിയൻസാണ് ഫാമിലിയായിട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ ഇവിടെ വരുന്നത്. എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ വീട്ടിൽ, ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളൂ എൻ്റെ വീട്. അവൻ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഫാമിലീസിനൊക്കെ പറ്റിയ ടൈപ്പ് ഓഫ് ഒരു ഫുഡാണ്. കാരണം അധികം സ്പൈസിയും അല്ല, ഒരു നോർമൽ റേഞ്ചിലുള്ള നല്ല ഫുഡാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ കള്ളും കൊള്ളാം കേട്ടോ. കള്ള് നോർമൽ മറ്റുള്ള ഷോപ്പുകളിൽ നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു അത്. പിന്നെ ഓക്കെ, കുട്ടികളെ കൊണ്ടുവരാം. പിന്നെ ഇവിടുത്തെ മിസ്റ്റിൻ്റെ കാര്യമൊന്നും പറയുന്നു വേണ്ട. കുറേ ഫോട്ടോഗ്രാഫി വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നത്. പുറത്ത് വലിയ ചൂടാണ്, പക്ഷേ ഈ ഷാപ്പിൽ ഭയങ്കര കുളിർമയാണ്. മൂന്നാറൊക്കെ പോലെ നല്ല മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയവും ഈ അനുഭവം ഉണ്ടാകും. ഏതായാലും നിരവധി ആളുകളാണ് ഇവിടേക്ക് വരുന്നത്, ഫാമിലിയായിട്ട് വരുന്ന ആളുകളുണ്ട്. ഏതായാലും വലിയ പ്രതിസന്ധിയൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് ജോർജ് ഏട്ടൻ അത് പിടിച്ച് തരണം ചെയ്ത് ഷെഫ് നളനുമായി ചേർന്നുകൊണ്ട് ഷെഫ് നളൻ ആൻഡ് മൂക്കൻസ് ഷാപ്പ് ഇങ്ങനെ
മുന്നോട്ട് പോവുകയാണ്. എല്ലാം അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ എത്തുന്ന ഒരുപാട് പേർ സന്തോഷത്തോടെയാണ് മടങ്ങുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.